മാനവ സംസ്കൃതി സംസ്ഥാനതല ശില്പശാലയ്ക്ക് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ തുടക്കമായി. ദിശ 2024 എന്ന പേരിൽ 2 ദിവസങ്ങളിൽ നടത്തുന്ന ശില്പശാല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. പഴയ കേബിൾസിന്റെ പുതിയ വകഭേദങ്ങളാണ് PR ഏജൻസികളെന്നും പുതിയ കാലത്ത് നേതാക്കളെ PR ഏജൻസികൾ നിർമ്മിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ജനാധിപത്യ ഇടങ്ങൾ എന്ന പേരിലുള്ള രാഷ്ട്രീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുശത്രുവായി ആരുമാറി ജൂതന്മാർക്കാണ്. അപ്പൊ എല്ലാവരുടെയും ശത്രുത ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മീതെ കേന്ദ്രീകരിക്കപ്പെടും. അപ്പൊ ഗവൺമെന്റ് രക്ഷപ്പെടും, ഗവൺമെന്റ് വീക്ക്നെസ് ആണ്. ഇതിനെ സഹായിക്കുകയാണ്. പൊതുശത്രുവിനെ ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ ഏജൻസികൾ മുഴുവൻ സഹായിക്കുകയാണ് ഇവരെ. അപ്പൊ ഗവൺമെന്റിനോട് എല്ലാ എതിർപ്പുകളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടും. ഇന്ത്യയിൽ മാനവ സംസ്കൃതി ചെയർമാനും മുൻ MLA-യുമായ അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് ശില്പശാല പരിചയം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P. നാരായണൻ സ്വാഗതവും സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അസിനാർ നന്ദിയും പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്ന വിഷയത്തിൽ നടത്തിയ സംവാദം സുനിൽ പ്രഭാകരും ഡോക്ടർ മഹേഷ് മംഗലാട്ടും നയിച്ചു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലെ വിദേശ കുടിയേറ്റത്തെക്കുറിച്ചുള്ള സെക്ഷനിൽ ഡോക്ടർ J. ആടൂരും ഡോക്ടർ സജി ജേക്കബും സംബന്ധിച്ചു. കേരളത്തിലെ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഡോക്ടർ ഖാദർ മാങ്ങാടും ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്തും സംവാദം നയിച്ചു. തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളും അഭിപ്രായ രൂപീകരണവും എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ TY വിനോദ് കൃഷ്ണനും R. സുഭാഷും സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കൽക്കി സുബ്രഹ്മണ്യൻ സംബന്ധിക്കും. സുമിത് ബാലചന്ദ്രൻ ചർച്ച നയിക്കും. 11-ന് അധികാര രാഷ്ട്രീയവും പാർശ്വവൽകൃത സമൂഹവും എന്ന വിഷയത്തിൽ സണ്ണി M. കപ്പിക്കാട് വിഷയാവതരണം നടത്തും. ഡോക്ടർ A. പരമേശ്വരൻ സംവാദം നയിക്കും. 12-ന് നടക്കുന്ന പരിസ്ഥിതി രാഷ്ട്രീയവും പുനരധിവാസവും എന്ന വിഷയത്തിലെ ചർച്ചയിൽ C. സുനിൽകുമാറും ഡോക്ടർ രതീഷ് നാരായണനും ഡോക്ടർ CJ ജോർജും പങ്കെടുക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.